ലൂസിഡ് ട്രേഡിംഗിന്റെ ലൂസിഡ് ഫ്ലെക്സ് അക്കൗണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ടാകുക. ഡീറ്റെയിൽ ആയിട്ട് റൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ടാവും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു FX ടോക്സ് അനദർ വീഡിയോ. ലൂസിഡ് ട്രേഡിംഗിന്റെ 50Kയുടെ ഫ്ലെക്സ് അക്കൗണ്ട് ആണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടാകുക. റൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ CFD പ്രോഫോമിലാണ് ഞാൻ കൂടുതലും ട്രേഡും കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത്. നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ഫ്യൂച്ചേഴ്സ് പ്രോഫോമിലെ പാർട്ടിസിപ്പേഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഫസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നത്, അതേപോലെ ഇതിന്റെ പ്ലാറ്റ്ഫോം ഏതൊക്കെയാണ്. നമുക്ക് ഇവിടെ CFD നോക്കുന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകുക MT5 അല്ലെങ്കിൽ മാച്ച് ഹൈഡർ, സി ട്രേഡ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഏതാണ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടാകുക, ഏത് പെയർ ചൂസ് ചെയ്യണം, ലോഡ് സൈസ്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗൺ ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതേപോലെ തന്നെ നമുക്ക് സിംഗിൾ ഫേസിൽ തന്നെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം പാസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ബേസിക് ആണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റൂൾസിലേക്ക് പോവാം. അതിനുശേഷം അക്കൗണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൂസിഡ് ട്രേഡിംഗിന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് പർച്ചേസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ കാണാൻ വേണ്ടി പറ്റും ട്രേഡ് വിത്ത് ക്ലാരിറ്റി. അതേപോലെ ഇവിടെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇതൊരു ട്രേഡേഴ്സിന് എങ്ങനെ നമുക്ക് പേ ഔട്ടിലേക്ക് എത്താം എന്നുള്ള രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് കണ്ട് ഒരുപാട് റെഫറൻസും കാര്യങ്ങളും എടുത്തതിന് ശേഷമാണ് ലൂസിഡ് ട്രേഡിംഗിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവർ അക്കൗണ്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ ലൂസിഡ് പ്രോ ഉണ്ട്, ലൂസിഡ് ഫ്ലെക്സ് ഉണ്ട്, ലൂസിഡ് ഡയറക്റ്റ് ഉണ്ട്. ലൂസിഡ് ഡയറക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവാലുവേഷൻ ഫേസ് ഇല്ലാതെ ഡയറക്റ്റ് ആ ഒരു ലൈവിലേക്ക് പോയിട്ട് ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ലൂസിഡ് പ്രോ ഉണ്ട്. ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് ലൂസിഡ് ഫ്ലെക്സ് ആണ്. ഈ ഒരു ലൂസിഡ് ഫ്ലെക്സിന്റെ അക്കൗണ്ട് ആണ് കൂടുതലും ഈസി ആയിട്ട് നമുക്ക് പാസ് ചെയ്യാനും അതിൽ പേ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ അക്കൗണ്ടിന്റെ സൈസ് നോക്കലാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 25K തൊട്ട് അതേപോലെ തന്നെ 150K വരെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഫ്യൂച്ചേഴ്സിലേക്ക് ആൾക്കാർ പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമുക്ക് അതിന്റെ സൈസ് നോക്കാം. ഡ്രോ ഡൗണിന്റെ മാക്സ് ലോ ലിമിറ്റ് 2000 ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പൊ ഇവിടെ ഫണ്ടർ റൂൾസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സ് ലോസ് ലിമിറ്റ് 2000 ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ, പ്രൈസിംഗ് ആണ് ഫസ്റ്റ് കാര്യം. 50Kയുടെ അക്കൗണ്ട് നമുക്ക് ഓൾമോസ്റ്റ് 98 ആണ് കാണിക്കുന്നത്. പക്ഷെ ഒട്ടുമിക്ക എല്ലാ ടൈം നമുക്ക് ഓഫേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു 98 എന്നുള്ളത് എനിക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല. ഒരു $70 അല്ലെങ്കിൽ ഒരു $75 സംതിങ്ങിലായിരിക്കും എനിക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. അതായത് $75 എനിക്ക് പേ ചെയ്തുകൊണ്ട് ഡ്രോ ഡൗൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ലിവറേജ് നിങ്ങൾ മനസ്സിലാക്കുക. 2000 ആയിരിക്കും ഡ്രോ ഡൗൺ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടാകുക. ഇവിടെ നമുക്ക് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം, ഡ്രോ ഡൗൺ ടൈപ്പ് എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗൺ ആണ്. നമുക്ക് എന്താണ് എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗൺ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് എന്റെ അക്കൗണ്ട് 50Kയുടെ അക്കൗണ്ട് ആണ്. ഞാൻ ഒരു $500 പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്. 1% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 50,500 ആയിരിക്കും എന്റെ ആ ഒരു പ്രോഫിറ്റ് ആയിട്ട് അവിടെ ഉണ്ടാകാം. അതേ സമയത്ത് എന്റെ മാക്സ് ലോ ലിമിറ്റ് ഉണ്ടാവുമല്ലോ 2000 താഴെ, അതായത് 48,000 ആയിരിക്കും എന്റെ മാക്സ് ലോസ് അവിടെ ലിമിറ്റ് ആയിട്ട് ഉണ്ടാകുക. അവിടെ ഒരു +500 കൂടി കൂടുന്നുണ്ടാവും. അതായത് എന്റെ അക്കൗണ്ട് ബാലൻസ് ബേസ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഞാൻ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് എൻഡ് ഓഫ് ദി ഡേ എന്റെ ബാലൻസ് എത്രയാണ് ഹൈ ഉള്ളത് അത് ബേസ് ചെയ്തുകൊണ്ട് എന്റെ ഓവറോൾ ആയിട്ടുള്ള റിസ്ക് ഉണ്ടാവുമല്ലോ, അതിന്റെ മുകളിൽ നമുക്ക് ആ റിസ്ക് കുറച്ചും കൂടി മുകളിലോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെയുള്ള മെയിൻ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വിന്നിങ് ചെയ്ത് പോകുന്ന സമയത്ത് കുഴപ്പമില്ല. ഒരു ഡ്രോ ഡൗൺ വരുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പെട്ടെന്ന് ബ്രീച്ച് ആവാനുള്ള ചാൻസസ് അവിടെയുണ്ട്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഡ്രോ ഡൗൺ ടൈപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. EOD ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്, അതേപോലെ തന്നെ ബാലൻസ് ടൈപ്പ് ഡ്രോ ഡൗൺ ഉണ്ട്. കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടൊരു സംഭവമാണ്. അപ്പൊ ഇതിൽ കുറച്ചും കൂടി കുഴപ്പമില്ല. നമുക്കിത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ബേസ് ചെയ്ത് റിസ്ക് എടുക്കാനായിട്ട് നോക്കാം. ഞാൻ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് എന്നുള്ള രീതിയിൽ നോക്കണത് ഒന്ന് മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ബേസിലാണ് ഞാൻ ഈ ഒരു ഫീച്ചേഴ്സിലേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ ഗോൾഡ് ആണ് ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന കറൻസി ഉള്ളത്. ഞാൻ നാസിലേക്ക് ഒന്നും പോകുന്നില്ല, ഗോൾഡ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ വിൻ റേറ്റിനായിരിക്കും ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് ഞാൻ അങ്ങനെ ഫോക്കസ് കൊടുക്കുന്നില്ല. റിസ്ക് റിവാർഡ് കൊടുക്കലാണെങ്കിൽ ബെറ്റർ ആണ്. പക്ഷെ ഞാൻ കുറച്ച് ചെറിയൊരു വിൻ റേറ്റിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള ബേസിലാണ് ഞാൻ ഇതിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ടാവും. അക്കൗണ്ട് ബ്രീച്ച് ആലാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ നമുക്ക് റീസെറ്റ് ഫീസും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ ഫെയിൽ ആലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ $95
പുതിയൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ബെറ്റർ. അത് നോക്കണ്ട, റീസെറ്റ് ഫീസ് നിങ്ങൾ നോക്കണ്ട. പ്രോഫിറ്റ് ടാർഗറ്റ് എവിടെയുള്ളത് നമുക്ക് സിംഗിൾ ഫേസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. സിംഗിൾ ഫേസിൽ എനിക്ക് 6% ടാർഗറ്റ് നമ്മൾ മീറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 53,000 നമ്മൾ അച്ചീവ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് പാസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. മാക്സ് ലോസ് ലിമിറ്റ് നമുക്ക് 2,000 ആണ്, 4% ആണ് കാണുന്നത്. അപ്പോൾ റിസ്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഡ്രോ ഡൗൺ ടൈപ്പ് എൻഡ് ഓഫ് ദി ഡേ ഡ്രോ ഡൗൺ കൂടിയാണ്. ഡെയിലി ഡ്രോ ഡൗൺ ഇല്ല. ഇത് നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാകാം നൈസ് ആണ്, ഓക്കെ, അടിപൊളിയാണെന്നുള്ള കാര്യമാണ്. പക്ഷെ പല ആൾക്കാരും ഈ ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വാലുവേഷൻ ബേസിൽ കുറച്ചും കൂടി ഗാംബിൾ ചെയ്ത് അക്കൗണ്ട് പാസ് ചെയ്യാനുള്ള രീതിയിൽ നോക്കുന്നുണ്ടാവും. അപ്പൊ അവരെ ചതിക്കുന്ന ഒരു കാര്യമാണ് ഡ്രോ ഡൗൺ ടൈപ്പിൽ എൻഡ് ഓഫ് ദി ഡേ ഡ്രോ ഡൗൺ. പല ആൾക്കാരും ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവും ഡ്രോ ഡൗൺ എവിടെയാണുള്ളത് എന്നുള്ളത്. അപ്പൊ ഈ ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബാലൻസ് പെട്ടെന്ന് ലോസിലേക്ക് പോകാനും അക്കൗണ്ട് ബ്രീച്ച് ആകാനുള്ള ചാൻസ് ഉണ്ട്. കൺസിസ്റ്റൻസി ഉണ്ട്, 50% ആണ്. എന്താണ് 50% കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് 3,000 ആണ്. ഈ ഒരു 3,000 50% നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, നമുക്ക് അക്കൗണ്ട് ഡേ ഇത്ര ദിവസം ട്രേഡ് ചെയ്യണം എന്ന് നമുക്ക് ഇവിടെ വരുന്നില്ല. ഈ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് 3,000ന്റെ 50%, $1,500 നിങ്ങൾ ഒരു ദിവസം, 1,500 കൂടുതൽ ഡോളർ നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, 1,500 വെച്ചിട്ട് 2 ദിവസം ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ലൈവിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ലൈവില് എക്സ്ട്രാ റൂൾസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ മാക്സ് സൈസ്, ഇവിടെ ലോഡ് സൈസിന് നമുക്ക് മാക്സിമം ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക 4 മിനി ഓർ 14 മൈക്രോസ് ആണ്. ലോഡ് സൈസിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ, ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അക്കൗണ്ട് ആക്ടിവേഷൻ ഫീസ് അങ്ങനെ അത് ഫ്രീ ആണ്. ഓക്കെ, ചില ഫേംസുകളിൽ നമുക്ക് അക്കൗണ്ട് ആക്ടിവേഷൻ ഫീസും കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പൊ കുറെ അപ്ഡേറ്റും കാര്യങ്ങളും റൂൾസും കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ട്രേഡേഴ്സിന് ഫേവറബിൾ ആയിട്ട് രീതിയിൽ വരുന്നുണ്ട്. ഫസ്റ്റിലും വരുന്ന സമയത്ത് അക്കൗണ്ട് ആക്ടിവേഷൻ ഫീസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ഫ്യൂച്ചർ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല, നോ കൺസിസ്റ്റൻസി ഇൻ ഫണ്ടഡ് അക്കൗണ്ടിൽ കൺസിസ്റ്റൻസി ഒന്നും ഇല്ല. ഇവിടെ ഫണ്ടർ റൂൾസ് എന്ന് പറഞ്ഞാൽ അവരെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഈ ലൈവിലേക്ക് പോക്കാണ്, ലൈവ് മാർക്കറ്റിലേക്ക് പോക്കാണെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മാക്സ് ലോസ് ലിമിറ്റ് നമുക്ക് 2,000 ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് 4% ആയിരിക്കും നമുക്ക് മാക്സിമം ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഡെയിലി ഡ്രോ ഡൗണും കാണാൻ വേണ്ടി പറ്റുന്നില്ല, കൺസിസ്റ്റൻസിയും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മാക്സ് സൈസ് 4 മിനിയും 40 മൈക്രോ സെയിം ലോഡ് സൈസ് തന്നെ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വേറൊരു കാര്യം കാണാൻ വേണ്ടി പറ്റുന്ന മിനിമം ഡേ ഓഫ് പ്രോഫിറ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും 5 ഓഫ് 150. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഓരോ അക്കൗണ്ടിലും ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ 5 ഓഫ് 100 ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 5 ദിവസം ട്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 5 ദിവസം നിങ്ങൾ $150 പ്രോഫിറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം. മിനിമം ഒരു പ്രോഫിറ്റിൽ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പേ ഔട്ട് എലിജിബിൾ ആകുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് $500 ആയിരിക്കും മിനിമം വിഡ്രോസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. റൂൾസിലേക്ക് പോയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഫസ്റ്റ് ഈ ഒരു ഫേസ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് 5 ദിവസം നിങ്ങൾ $150 വെച്ച് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 50K അക്കൗണ്ടിൽ നിങ്ങൾക്ക് പേ ഔട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, 5 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ സിംഗിൾ പ്ലാൻ. ഓക്കെ, ബാക്കിയൊന്നും നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടതായിട്ടില്ല. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്ലെക്സ് അക്കൗണ്ടിൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡ്രോ ഡൗൺ ടൈപ്പിൽ എൻഡ് ഓഫ് ദി ഡേ ഡ്രോ ഡൗൺ ആണുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു ദിവസം നമ്മൾ $1,500 കൂടുതൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അതേപോലെ അക്കൗണ്ട് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് അവസാനം ഞാൻ എങ്ങനെയാണ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് നേരെ FAQയിലേക്ക് വരാം. FAQയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂൾസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ലൂസിഡ് ഫ്ലെക്സ് ആണ് ബൈ ചെയ്യാൻ വേണ്ടി അതിന്റെ റൂൾസ് നോക്കാം. കുറച്ച് ലെങ്ത് ഉണ്ടാവും വീഡിയോ, നിങ്ങൾ മൊത്തത്തിൽ കാണാൻ വേണ്ടി നോക്കുക. അല്ലാതെ തന്നെ കുറച്ച് ഫാസ്റ്റ് അപ്പ് ആക്കാൻ വേണ്ടി നോക്കുക. 1.5 XL ഇടലാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടാവും. ലൂസിഡ് ഇവാലുവേഷനിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഡ് ഫ്ലെക്സ് ഇവാലുവേഷൻ അക്കൗണ്ട് ഓവർവ്യൂ. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ആണ് പറയുന്നത്. 50,000ന്റെ അക്കൗണ്ട് ആണ് ഞാൻ ചൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ 3,000 ആണ് നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് ഉള്ളത്. 25,000ന്റെ 1,250 ആണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന 25,000ത്തിനെക്കാട്ടിയും 50,000 ആണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അവിടെ നോക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒന്ന് മാക്സിമം ഡ്രോ ഡൗൺ ആണ്. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആ ഒരു കൂപ്പൺ കോഡിൽ എടുത്തിട്ട് $50 ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. 25,000 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾമോസ്റ്റ് $70 സംതിങ് ആയിരിക്കും. അപ്പൊ ആ ഒരു
ഡിഫറൻസിൽ നമുക്ക് ഈ ഒരു 1000 ഡ്രോ ഡൗൺ കളയേണ്ടതായിട്ടില്ല. ഈ ഒരു 2000 സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. കൺസിസ്റ്റൻസി 50% ആണ്. 4 മില്ലി ആൻഡ് 40 മൈക്രോസ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. വൺ ടൈം ഫീ ആണ് കൊടുക്കേണ്ടത്. നോ മന്ത്ലി ഫീ എല്ലാം കൊടുക്കുന്ന ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഫോമുകൾ ഉണ്ട്. അതേപോലെ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. റിയൽ ടൈം ആക്ടിവേഷൻ ആണ്. അപ്ഗ്രേഡ് ടു ഫണ്ടഡ് അക്കൗണ്ട് ടു 5 to 30 മിനിറ്റ്സ്. അതായത് നിങ്ങളുടെ ഇവാലുവേഷൻ പാസ് ആയെന്ന് വിചാരിക്കാം. ഇന്ന് ഞാൻ ഉച്ചയ്ക്കൊക്കെ ഇവാലുവേഷൻ പാസ് ചെയ്തു. ഞാൻ ട്രേഡും കാര്യങ്ങളും എടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ലൈവിലേക്ക് പോകുന്നുണ്ടാവും. അതാണ് ഇവർ പറയുന്ന ലൂസിഡ് ഫ്ലെക്സിന്റെ അക്കൗണ്ടിൽ നോ ആക്ടിവേഷൻ ഫീസ് ടു അപ്ഗ്രേഡ് ടു ഫണ്ടഡ് അക്കൗണ്ട്. ആക്ടിവേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. ലൂസിഡ് ഫ്ലെക്സ് ഇവാലുവേഷൻ 50% കൺസിഡറേഷൻ. ഓക്കെ, 50% കൺസിസ്റ്റൻസി കാര്യങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഏരിയാസിലേക്ക് പോകാം. നെക്സ്റ്റ് ഓരോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം ഹാവിംഗ് നോ ഡെയിലി ലോസ് ലിമിറ്റ്, നോ കൺസിസ്റ്റൻസി, ഓക്കെ. നമുക്കിവിടെ സ്പ്ലിറ്റ് ഉണ്ടാകുക 90-10 ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതേപോലെ തന്നെ മാക്സ് ലോസ് ലിമിറ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ സെയിലിംഗ് പ്ലാൻ നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാര്യമായിട്ടൊന്നും നമുക്ക് നോക്കാനില്ല. നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ പേ ഔട്ട് ആണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. പേ ഔട്ടിലേക്കാണ് ഫസ്റ്റ് പോകേണ്ടത്. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഈ ലൂസിഡ് ഫ്ലെക്സ് പേ ഔട്ട് റൂൾസ് എക്സ്പ്ലെയിൻ. 90% സ്പ്ലിറ്റ്, നോ ബഫർ ബാലൻസ് റിക്വയർഡ്, നോ ഫിക്സ്ഡ് പേ ഔട്ട് വിൻഡോ, റിക്വസ്റ്റ് എനി ടൈം, ഫണ്ട് വിത്തിൻ 2 ബിസിനസ് ഡേയ്സ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവുന്ന രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഔട്ട് ഡിനേയിൽ വളരെ 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 കുറവാണ്. ഓക്കെ, ട്രേഡിംഗ് റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. പേ ഔട്ട് റിക്വസ്റ്റ് ആർ ഫൈനൽ വൺ സബ്മിറ്റഡ്, ദേ കാനോട്ട് ബി എഡിറ്റഡ് ഓർ ക്യാൻസൽഡ്. ഓക്കെ, പേ ഔട്ട് റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റുന്നുണ്ടാവില്ല. പ്രോഫിറ്റ് സ്പ്ലിറ്റ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ആണ്. ഞാൻ ചുരുക്കി പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. There are 2 requirement to must meet to looseid flex to qualify to our payout എന്നുള്ള ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു അക്കൗണ്ടിൽ മിനിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം മറക്കാൻ വേണ്ടി പാടില്ല. 50,000 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മിനിമം 150 വെച്ചിട്ട് 5 ഡേയ്സ് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. 25,000 അക്കൗണ്ട് ആണ് പർച്ചേസിലുണ്ടെങ്കിൽ $100 വെച്ചിട്ട് 5 ദിവസം നിങ്ങൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഇൻ പേ ഔട്ട് സൈക്കിൾ ദർ മസ്റ്റ് ഹാവ് എ പോസിറ്റീവ്. ഓക്കെ, അത് കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പേ ഔട്ട് മിനിമം ആൻഡ് മാക്സിമം എന്ന് പറഞ്ഞില്ലേ. മിനിമം പേ ഔട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ 500 ആണ്. ഇവിടെ 1 തരം പറഞ്ഞു പറയുന്നുണ്ട്. പക്ഷെ മിനിമം നിങ്ങൾക്ക് 500 ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ മാക്സിമം പേ ഔട്ട് റിക്വസ്റ്റ് futures traders may request 50% of their account balance up to maximum dollar amount. The max dollar amount depend on account size and is laid out below. Okay, അതായത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് റിക്വസ്റ്റ് അക്കൗണ്ട്, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പറഞ്ഞുതരാം. നമ്പർ ഓഫ് റിക്വസ്റ്റ് പെർ അക്കൗണ്ട്, ട്രേഡർ മേ ടേക്ക് എ 5 പേ ഔട്ട് ഫ്രം ഈച്ച് ലൂസിഡ് അക്കൗണ്ട് ആഫ്റ്റർ വിച്ച് ദെയർ വിൽ ബി മൂവ്ഡ് ലൈവിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമുക്ക് 50K അക്കൗണ്ടിൽ മാക്സ് സിംഗിൾ പേ ഔട്ട് മാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക ഇവിടെ 2000 ആയിരിക്കും. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് നിങ്ങൾ പേ ഔട്ടിലേക്ക് ഒരു $2,000 എത്തിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു $2,000 ആയിരിക്കും വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ $4,000 നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 4,000 വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. വിഡ്രോ ചെയ്യുന്നതിന് ഒരു ബഫർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2,000 എന്നുള്ള രീതിയിൽ ഒരു ബഫർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് മാക്സിമം വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ, അതാ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകണ്ട. ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പേ ഔട്ടില് നിങ്ങളിപ്പം 50K അക്കൗണ്ട് ആണ് ചൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ $150 വെച്ചിട്ട് 5 ഡേയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ഔട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ്? മിനിമം 500 ഉണ്ടെങ്കിൽ വിഡ്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ അവിടെ കൺസിസ്റ്റൻസി കാര്യങ്ങളൊന്നും ഫണ്ടഡ് ഇല്ലല്ലോ. കുറച്ചും കൂടി കൂടുതൽ പ്രോഫിറ്റ് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ 2,000 എത്തി അല്ലെങ്കിൽ ഒരു 3,000 എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 3,000 എന്നുള്ള വിഡ്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു 50K അക്കൗണ്ടിൽ 2,000 ആണ് മാക്സിമം വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി 25,000 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് $1,000 ആയിരിക്കും വിഡ്രോസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക. അതേപോലെ 100K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 2,500 ആണ്. 1,50,000 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ USD അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 3,000 ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ വിഡ്രോവൽ ബഫർ ആയിട്ട് ഉണ്ടാകാം. ഓക്കെ, ഇപ്പൊ പേ ഔട്ട് വളരെ സിമ്പിൾ ആണ്. 50K അക്കൗണ്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 ഡേയ്സ് പ്രോഫിറ്റബിൾ ആയിട്ട് $150 ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. $500 ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കൂടുതലായിട്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2,000 ആണ് ബഫർ ഉള്ളത്. 2,000 വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി.
ഇനി കൺസിസ്റ്റൻസി പെർസെന്റേജ് ഞാൻ വീണ്ടും പോകുന്നില്ല. 50% ആണ് കൺസിസ്റ്റൻസി വരുന്നുണ്ടാകുക. ആ ഒരു ഇവാലുവേഷൻ ബേസിലാണ് നമുക്ക് കൺസിസ്റ്റൻസി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഫണ്ടർ അക്കൗണ്ടിൽ കൺസിസ്റ്റൻസി ഇല്ല. നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. മിനിമം ഒരു 5 ഡേയ്സ് $150 മൈൻഡിൽ വെക്കാം. സ്കെയിലിംഗ് ഉണ്ട്. ലൂസിഡ് ഡ്രോഡോണിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഡ്രോഡോൺ ആണ്. ഇവിടെ പോയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ട്രെയിനിങ് ലോക്ക് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അത് ഇവിടെ വന്ന് ക്ലീൻ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഡ്രോഡോൺ മുകളിലോട്ടേക്ക് വരുന്നുണ്ടാവും. സം പോയിന്റ് ഓഫ് ടൈം ഇവിടെ ഒരു ലോക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇവിടെ വന്ന് നിങ്ങൾ ക്ലീൻ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ട്രെയിലിംഗ് ഡ്രോഡോൺ ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് മേക്ക് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുക. വിന്നിംഗ് ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ലൂസിംഗ് സ്ട്രീക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അക്കൗണ്ട് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ചീപ്പായിട്ടുള്ള പൈസക്ക് അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ നമുക്ക് ഇവിടെ കോപ്പി ട്രേഡ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. മാക്സിമം നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ട് കോപ്പി ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നുണ്ടാകുക ഈ ഒരു അക്കൗണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ഏരിയയിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ലോഗിൻ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ മൈ പോർട്ടൽ എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ലോഗിനും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിലേക്ക് പോവാം. ഇവിടെ ഡാഷ്ബോർഡിലേക്ക് പോകുന്ന സമയത്ത് അക്കൗണ്ട് സമ്മർ ഞാൻ ഇവിടെ ബയ്യോ കാര്യങ്ങളും ഇതിനു മുമ്പ് ചെയ്ത് വെച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ബയ്യും കാര്യങ്ങളും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിലേക്ക് ഫസ്റ്റ് ടൈം ആണ് ഞാൻ പോകുന്നത്. ഇവിടെ ഞാൻ ട്രേഡ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഗോൾഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു പേഴ്സിലേക്ക് പോക്കാണെന്നുണ്ടെങ്കിൽ ലോട്ട് സൈസും മറ്റു കാര്യങ്ങൾ അതിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആയിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നേരെ അക്കൗണ്ട് പർച്ചേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ലൂസിഡ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാൻ, ലൂസിഡ് പ്രോ അല്ല, ലൂസിഡ് ഫ്ലെക്സ് ആണ്. അതിനുശേഷം ഇവിടെ ആ ഒരു 50K ഫ്ലെക്സ് ഇവാൽ എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരാം. സെലക്ട് പ്ലാറ്റ്ഫോം എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 2 ഏരിയാസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് റെഫറൻസ് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളത് ഈ ഒരു റിതമിക് ചൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ ഇങ്ങനെയാണല്ലോ, ഫസ്റ്റ് ടൈം ആണല്ലോ. നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നതിന് നെക്സ്റ്റ് വീഡിയോസിലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു ട്രൈ നോക്കാം. ഫസ്റ്റ് അക്കൗണ്ട് ആണ്. ഞാൻ കൂടുതലും പാസിങ്ങിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ഇതൊരു ഐഡിയ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നുണ്ടാവും. ഇവിടെ എനിക്ക് ആ ഒരു 50K അക്കൗണ്ട് ഓൾറെഡി കൂപ്പൺ കോഡും കാര്യങ്ങളും അപ്ലൈ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. $70 ഉണ്ടെങ്കിൽ എനിക്ക് പർച്ചേസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ ആ ഒരു 50% അപ്ലൈ ആകുന്നുണ്ട്. $140 ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. 50% അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. അതിനുശേഷം പർച്ചേസ് ചെയ്യാം. ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗൈസ്, അക്കൗണ്ട് പർച്ചേസ് ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതിൽ പർച്ചേസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ OTP കൊടുത്തില്ല. ലൂസിഡ് ഫ്ലെക്സിന്റെ ആ ഒരു ഏരിയയിൽ പോയി. ഇനി അവിടെ ക്ലിക്ക് ചെയ്താൽ ബൈ ആയി പോകും. അതുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യണില്ല. ഇവിടെ റിതമിക് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു കൂപ്പൺ കോഡ് കാര്യങ്ങൾ അപ്ലൈ ആയിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു. അവർ ക്ലിക്ക് ഇട്ടു, പ്രോസസ് കൊടുത്തു. ഞാൻ വെച്ചാൽ ആ ഒരു OTP വന്നതിന് ശേഷം നോർമലി CFD എല്ലാം കാണാൻ വേണ്ടി പറ്റുന്ന ആ ഒരു OTP വന്ന് ഞാൻ അങ്ങനെ കൺഫേം ചെയ്തിട്ടാണ് പർച്ചേസും കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് ഒരു സാധനവും വന്നില്ല. ഡയറക്റ്റ് അക്കൗണ്ട് പർച്ചേസ് ആയി. എന്റെ അക്കൗണ്ടിൽ മെസ്സേജും വന്നു ആ ഒരു പേയ്മെന്റ് പോയിട്ടുണ്ട് എന്നുള്ളത്. ഓൾമോസ്റ്റ് ഡെബിറ്റ് ആയിട്ടുള്ള എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ 6809. ഓക്കെ, 6800 രൂപയാണ് ഓൾമോസ്റ്റ് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു ഏരിയാസിൽ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കണില്ല. ഇത് ഏത് ഏരിയയിൽ ഞാൻ ഫുൾ ചെക്ക് ചെയ്ത് നോക്കി. ഫസ്റ്റ് ടൈം ആണ്. അഡ്വാൻസ് പ്ലാറ്റ്ഫോംസിന്റെ ഏരിയസിലേക്ക് മേ ബി വരേണ്ടത്. ബട്ട് ആ ഒരു ഏരിയ ലോഡ് ആവണില്ല. ഇവിടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ആ ഒരു ലൂസിഡ് ഫ്ലെക്സിന്റെ 50K റിതമിക് പർച്ചേസ് ആയിട്ടുണ്ട്. ഓർഡർ പ്രോസസിംഗ്, വി ആർ പ്രോസസിംഗ് യുവർ ട്രേഡിംഗ് അക്കൗണ്ട്. വൺസ് യുവർ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ആക്ടിവേറ്റഡ് യു വിൽ ഗെറ്റ് എൻ ഇമെയിൽ വിത്ത് ഇൻസ്ട്രക്ഷൻ ടു ഗെറ്റ് സെറ്റപ്പ്. ഓക്കെ, എനിക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കിട്ടും ആ ഒരു മെയിലും കാര്യങ്ങളും വന്നതിന് ശേഷം. ഓക്കെ, ഈ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വരുമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ നോർമൽ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാകാം. നിങ്ങൾ പാനിക് ആണ്ടോ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോ വെയിറ്റ് ചെയ്ത് നോക്കുവാണ്. ഓക്കെ, അക്കൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് സൺഡേ ആണ്. അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്തത്. എന്റെ ഡാഷ്ബോർഡിൽ അക്കൗണ്ടും കാര്യങ്ങളും കാണുന്നില്ല. ഞാൻ ജസ്റ്റ് നോർമലി നമ്മുടെ ആ ഒരു ചാറ്റ് സപ്പോർട്ടിൽ ജസ്റ്റ് കയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദിസ് യൂഷ്വലി ഹാപ്പൻ റൈറ്റ് ആഫ്റ്റർ പർച്ചേസിംഗ്. ന്യൂ അക്കൗണ്ട് നോർമലി അപ്പിയർ ഓൺ ദ ഡാഷ്ബോർഡ് വിത്തിൻ 2 to 5 minutes ഡ്യൂറിംഗ് മാർക്കറ്റ് ഹൗസ്.
നെക്സ്റ്റ് കൊടുത്തിട്ട് ഇഫ് യു ആർ ബോട്ട് ഇറ്റ് ഡ്യൂറിംഗ് മാർക്കറ്റ് ക്ലോസർ ഓർ ദ വീക്കെൻഡ് ദ അക്കൗണ്ട് മേ ഓൺലി ഷോ ക്ലോസ് ദ നെക്സ്റ്റ് മാർക്കറ്റ്. അതായത് ഞാൻ ഇന്ന് സൺഡേ ആണ് പർച്ചേസ് ചെയ്തത്, എന്റെ അക്കൗണ്ടോ കാര്യങ്ങളും ഈ ഒരു ഏരിയാസിൽ കാണിക്കണില്ല. എനിക്ക് നാളെ ആയിരിക്കും ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളും ഡാഷ്ബോർഡിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. മേ ബി അപ്ഡേറ്റഡ് ആയിരിക്കാം, മെയിലും കാര്യങ്ങളും വരുമായിരിക്കും, നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു അക്കൗണ്ടിന്റെ ആ ഒരു കാര്യങ്ങളും അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലോട്ട് സൈസിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. എന്തായാലും ഞാൻ ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് വരുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് ഇതൊന്ന് റെഡി ആയിട്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ ലൈവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, CFD നിർത്തിയിട്ടൊന്നുമില്ല, CFDയിൽ ട്രേഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇതൊന്ന് ട്രൈ നോക്കണം എന്നുള്ള ബേസിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അക്കൗണ്ട് നമുക്ക് 5 അക്കൗണ്ട് വരെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് 5 അക്കൗണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിൽ നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സെയിം ട്രേഡ് തന്നെ ഒന്നിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കോപ്പി ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഫീച്ചറിലുണ്ട്. അപ്പൊ എനിക്കത് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.